അവര് പോയതാണോ അതോ വോൾട്ടേജ് ഇച്ചിരി കുറഞ്ഞതാണോ? വോൾട്ടേജ് കുറഞ്ഞെന്ന് കരുതി നീ ലൈനിൽ കയറി പിടിക്കാൻ നിൽക്കണ്ട, ചിലപ്പോ ഷോക്ക് അടിക്കും. ഈ ലൈനിന്റെ വോൾട്ടേജ് എവിടം വരെ പോകുന്നു ഇപ്പൊ എനിക്ക് നന്നായിട്ട് അങ്ങ് അറിയാം ഹിറ്റ്ലറെ. പിന്നെ ലൈനിൽ പിടിക്കണമെന്ന് ഈ ജ്യോതി വിചാരിച്ച പിടിച്ചിരിക്കും ഹിറ്റ്ലറെ. അതിനു മുമ്പ് നിങ്ങളുടെ ഫ്യൂസ് ഞാൻ ഇങ്ങ് ഊരിയെടുക്കും. അത് ഈ ഹിറ്ററിന്റെ പവർ എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ട. ഓവേ കണ്ടറിയാം. അതിരിക്കട്ടെ, വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ എനിക്ക് എന്ത് ഗിഫ്റ്റാ തരുന്നേ? സാധാരണ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് ചോദിച്ചിട്ട് അവരവരുടെ ഇഷ്ടത്തിനുള്ള ഗിഫ്റ്റ് കൊടുക്കും. ഹിറ്റ്ലർ ചേട്ടൻ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചില്ല. പറ ചേട്ടാ, എന്താ എനിക്ക് തരാൻ പോകുന്നേ? നീ അങ്ങോട്ട് മാറിക്ക്. പറഞ്ഞിട്ട് പോയാ മതി. നീ എന്തേ കാണിക്കുന്നേ? ഇത്രയ്ക്ക് അഭിനയൊന്നും വേണ്ട. നല്ല നടിയാണെന്ന് നീ തെളിയിച്ചിട്ടുണ്ട്. അതൊക്കെ നീ അമ്മയുടെ അടുത്ത് ഇറക്കിയാ മതി. നിന്റെ ഈ അഭിനയത്തിന് അവാർഡ് തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കിളിരണ്ടും കൂടണഞ്ഞേഹോ മാരിവില്ലിൻ തേരിറങ്ങി മഴ വന്ന് കൂട്ടിരുന്നേ. മഴ വന്ന് കൂട്ടിരുന്നേ കണ്ണോണ്ട് മിണ്ടാണ്ട് പുന്നാരപ്പനന്തത്ത് ദൂരെ. വേണം. അവൾ ഒരിക്കലും മറക്കാത്ത ഒരു ഗിഫ്റ്റ് തന്നെ നമ്മൾ അവൾക്ക് കൊടുക്കണം. ഒരു കാര്യം ഉറപ്പമായച്ചി, അമ്മയുടെ നിർബന്ധം ഈ വെഡിങ് ആനിവേഴ്സറി. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജ്യോതിയുടെ ബുദ്ധി തന്നെയായിരിക്കും. എനിക്കതിൽ സംശയമൊന്നുമില്ല. അമ്മാവന്റെ വീട്ടിലായിരുന്ന സമയത്ത് അവള് DKയുമായി കുറച്ചൊരു നല്ല ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഫോണിൽ വിളിച്ച് അമ്മ തന്നെ എന്നോടത് പറഞ്ഞതാ. എന്തു പറഞ്ഞു? പൂജ കഴിഞ്ഞു വന്നാ എല്ലാം ശരിയാവുമെന്ന്. അമ്മ ഉദ്ദേശിച്ചത് ഇത് തന്നെ ആയിരിക്കും. എനിക്കൊരു സംശയമുണ്ട് മായച്ചി. എന്ത് സംശയം? തറവാട്ടിലെ നാഗദൈവങ്ങൾ ഉഗ്രശക്തിയുള്ളവരാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അതിന് ഈ പൂജയിലും മന്ത്രത്തിലും ഒക്കെ രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള ഒരുപാട് പൂജാവിധികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ അമ്മ എന്തെങ്കിലും പ്രത്യേക പൂജ ചെയ്തിട്ടുണ്ടോന്ന് എന്റെ സംശയം. വല്ല ഏലസോ ചരടോ യന്ത്രമോ അങ്ങനെ എന്തെങ്കിലും? നീ പറഞ്ഞ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അമ്മയുടെ മനസ്സിലെ ആഗ്രഹം ജ്യോതിയും DKയും ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാ. അതിനുവേണ്ടി പൂജയും മന്ത്രവും ഒക്കെ ചെയ്യാൻ അമ്മ മടിക്കില്ല. ജ്യോതിയുടെ ദേഹത്ത് അങ്ങനെ എന്തെങ്കിലും കൂടോത്രമുണ്ടോന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ? എങ്ങനെ നോക്കും? സ്നേഹത്തോടെ അവളുടെ അടുത്ത് നിന്ന് സംസാരിച്ച് നയത്തില് ശരീരത്തിലൊക്കെ പിടിച്ചു നോക്കണം. അപ്പൊ മനസ്സിലാവില്ലേ എന്തെങ്കിലും യന്ത്രം ധരിച്ചിട്ടുണ്ടോന്ന്? അതൊന്നും നടക്കില്ല. അവള് നമ്മളെക്കാൾ ബുദ്ധിമതിയാ. നമ്മള് മനസ്സിൽ കാണുമ്പോ
അവളത് മാനത്ത് കാണും. പക്ഷെ നീ വിഷമിക്കണ്ട, നമുക്കത് കണ്ടുപിടിക്കാം. എങ്ങനെ? വല്ല ജ്യൂസിൽ ഉറക്ക ഗുളിക കൊടുത്ത് അവളെ മയക്കണം. എന്നിട്ട് അവളുടെ ശരീരം മുഴുവൻ പരിശോധിക്കണം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൈയോടെ അത് അഴിച്ചെടുക്കുകയും വേണം. അപ്പൊ ഡിക്കയുടെ ദേഹത്തുള്ളതോ? അതിന്റെ ആവശ്യമില്ല. ജ്യോതിയുടെ ശരീരത്തിൽ നിന്നത് പോയാൽ തന്നെ പിന്നീട് അതിനു മാത്രമായി ഒരു ശക്തിയും ഉണ്ടാവില്ല. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ഈ അമ്മയ്ക്ക് അവൾ എന്ത് കൂടോത്രം കൊടുത്തുന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയ്ക്ക് അങ്ങോട്ട് അസ്ഥിക്ക് പിടിക്കാൻ. ഒറ്റപ്പെട്ടു പോയ മകനെ രക്ഷിക്കാൻ വന്ന മാലാഖയല്ലേ, അതുകൊണ്ടായിരിക്കും അമ്മ അവളെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഡികെയും ജ്യോതിയും തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് അമ്മ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ടാവും. അത് സമ്മതിക്കരുത് മായച്ചി. നീ എന്താ എന്നെക്കുറിച്ച് കരുതിയത്? ഒരു വാക്കിൽ 100 അർത്ഥങ്ങൾ കുരുത്തിടാൻ കഴിയുന്നവളാ ഈ മായ. എന്റെ ലക്ഷ്യങ്ങൾ ഇന്ന് വരെ പിഴച്ചിട്ടില്ല. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് അവൾക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം അവൾക്ക് ഈ വീടിന് പുറത്തേക്കുള്ള വഴിയൊരുക്കും. അതിനാ ഭ്രാന്ത സമ്മതിക്കും. സമ്മതിക്കും. എങ്ങനെ? ഒരായുധം കൊണ്ട് ഒരുപാട് പേരെ കൊല്ലാൻ കഴിയുമെന്ന് നിനക്കറിയില്ലേ താരെ? അവൾക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം ഒരായുധമാണ്. ജ്യോതിക്കും എസ്കേക്കും ഈ വീടിന് പുറത്തേക്ക് പോകാനുള്ള സമ്മാനം. മൈസൺ, ഡികെയുടെയും ജ്യോതിയുടെയും വെഡിങ് ആനിവേഴ്സറി ഹാപ്പി ആയിട്ട് നടത്തണമെന്ന് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഒരു വൈഫായിട്ട് ഡികെ ജ്യോതിയെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അവൾ ഇതുവരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ഒരുപാട് പഴി കേട്ടതേ അവളാ. ഇനിയെങ്കിലും അവക്കൊരു സന്തോഷം കൊടുക്കണ്ടേ മോനെ? അതിനാ ഈ വെഡിങ് ആനിവേഴ്സറി അമ്മ പ്ലാൻ ചെയ്തത്. അവർക്കായിട്ട് ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതെ, നീ ആ സമയത്ത് അറിഞ്ഞാ മതി. എന്താണ് അമ്മയും മോനും കൂടി ഒരു ചർച്ച? ഒന്നുമില്ല ബേട്ടി, കുമാര വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അത് അടിപൊളിയാക്കണമെന്നേ പറയായിരുന്നു. എന്നിട്ട് ശിവയുടെ മുഖത്ത് എന്തൊരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? ഓ, സമ്മതിച്ചു. സന്തോഷവാൻ തന്നെയാ. അതിരിക്കട്ടെ, ശിവ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് എന്ത് സമ്മാനം തരുന്നേ? എന്താ ബേട്ടി ഇത്? അവന്റെ ഏട്ടത്തമ്മയ്ക്ക് അവന് ഇഷ്ടമുള്ള ഗിഫ്റ്റ് തരട്ടെ അല്ലേ മോനെ? എടി, നിന്റെ ഹിറ്റ്ലർ ഓഫീസിൽ പോയോ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അമ്മ. ഓ, ഞാനും അമ്മയും തമ്മിലുള്ള പ്ലാനാ ഇതൊക്കെയെന്നാ ഹിറ്റ്ലർ പറയുന്നത്. നോ ബേട്ടി, അവന്റെ പ്ലാനിംഗ് ഒക്കെ അവന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഐ എം ഷുവർ എന്റെ പ്ലാനിംഗ് നടക്കും. അവൻ സുപ്രിയയുടെ സ്ഥാനത്ത് നിന്നെ അംഗീകരിക്കും. സാർ, എന്താടോ? അമരാവതിന്ന് അമ്മ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. എന്തിന്? വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാൻ. ആരുടെ വെഡിങ് ആനിവേഴ്സറിക്ക്? സാർ, സാറ് മറന്നുപോയോ? സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ചെല്ലാനാ അമ്മ വിളിച്ചത്. വിളിച്ചെങ്കിൽ താൻ പോണം. അതിന് ഞാനെന്ത് വേണം? സാർ, അമ്മ ഒരു കാര്യം സാറിനെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. എന്ത് കാര്യം? വെഡിങ് ആനിവേഴ്സറിക്ക് റെസ്റ്റോറന്റിലെ സ്റ്റാഫിനെ എല്ലാം വിളിക്കാൻ സാറിനെ ഓർമ്മിപ്പിക്കണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ ആരെയും വിളിക്കാനുമില്ല, ക്ഷണിക്കാനുമില്ല.
അമ്മ പറഞ്ഞ കാര്യമില്ലേ സർ? എന്നാ താൻ വിളിച്ചോ. ശരി സർ. അർജുൻ. സർ. എന്താണ് സർ? ആ ഷെഫിനെ കൂടി വിളിച്ചോ, മറക്കരുത്. ഏത് ഷെഫാണ് സർ? ഇന്ന് 3 പേരും ഉണ്ട്. എടോ, അന്നൊരു ദിവസം ചായ ഉണ്ടാക്കിയപ്പോ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഞാൻ ചീത്ത വിളിച്ചില്ലേ അയാളെ. അല്ലെങ്കിൽ എല്ലാരെയും വിളിച്ചോ. ശരി സർ. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് നാലടച്ച് വിളിക്കാൻ അമ്മയുടെ പ്ലാൻ. അതൊന്ന് മുടക്കി കിട്ടാൻ എന്താ ഒരു വഴി? അമ്മയോട് ഈ ആഘോഷം വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കില്ല. എന്തായാലും ഒരുക്കങ്ങൾ നടക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതെ, ഡാൻസ് ഒന്നും കാണാൻ സമ്മതിച്ചില്ല. നിങ്ങൾ കുത്തിയിരുന്ന് ഫോണിൽ നോക്കി ഡീൽസും കണ്ടോണ്ടിരിക്കാതെ നാത്തൂനെ ഒന്ന് വിളിച്ചേ. ഡീൽസ് അല്ല, റീൽസ്. റീൽസ് എന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് വിളിക്കുന്നുണ്ടോ? എന്തിനാ? അവിടെ ഒരു ഫോണുണ്ടല്ലോ, അവർക്ക് ഇങ്ങോട്ട് വിളിക്കാമല്ലോ. എന്റെ ഫോണിലാണെങ്കിലേ കാശില്ല. നീ പോ. ഇങ്ങനെ പിശുക്ക് പറയല്ലേ മനുഷ്യ. നിങ്ങളൊന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഞാനേ അമരാവതി വരെ ഒന്ന് പോയിട്ട് വരാം. എനിക്ക് യാത്ര ചെയ്യാൻ നല്ല ശരീര സുഖമില്ല. അതിന് നിങ്ങൾ എന്തിനാ യാത്ര ചെയ്യുന്നേ? ഞാനല്ലേ പോകുന്നത്. അത് കൊള്ളാമല്ലോ. അങ്ങനെ നീ ഒറ്റയ്ക്ക് സൂഹിക്കണ്ട. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുന്നു പറയുന്നത് വെറുതെ അല്ല. എന്ത് സ്വഭാവം ഇത്? നക്കി കുടിക്കുന്ന അല്ലാതെ കോരി കുടിക്കുന്ന ഏതെങ്കിലും നായ നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന് ഉള്ളൊരു ഉപമയം കൊണ്ട് വന്നിരിക്കുന്നു. ഒരൊറ്റ കീറി എന്റെ സഹോദരി വിളിക്കാനേ എനിക്കറിയാം. ഹലോ. ഹലോ പെങ്ങളെ. ചേട്ടാ, അറിയൂ? ഓ തുടങ്ങിയല്ലേ അവളൊരു ഇംഗ്ലീഷ്. അതെ, നിന്നെ വിളിച്ചത് ഞാനല്ല. ചേട്ടനല്ലേ? പിന്നെ ആരായി സംസാരിക്കുന്നത്? ഈ വിളിച്ചതൊക്കെ ഞാൻ തന്നെയാ. പക്ഷേ സംസാരിക്കുന്നത് എന്റെ ഭാര്യ. പിടിക്ക. ഹലോ നാത്തൂനെ, എന്തായി കാര്യങ്ങള്? കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരില്ലേ? ഓ, ഇങ്ങേർക്ക് നല്ല ശരീര സുഖമില്ല, അതുകൊണ്ട് വരുന്ന കാര്യം സംശയമാ. അതൊന്നും സാരമില്ല, നിങ്ങൾ രണ്ടുപേരും വന്നേ പറ്റൂ. അവിടെ വെറുതെ ഇരിക്കാതെ ഒരു വണ്ടി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ ചേട്ടനോട് പറ. വണ്ടിക്കൂലി ഞാൻ കൊടുത്തോളാന്ന് പറയൂ, അപ്പൊ ചിലപ്പോ സമ്മതിക്കും. അതെ, വണ്ടിക്കൂലി നാത്തൂൻ കൊടുത്തോളാം. ഒരു ടാക്സി വിളിച്ചാണ് ചെല്ലാൻ. ശരിയാകത്തില്ല. നാത്തൂനെ, ഇങ്ങനെ വരുന്നില്ലെന്നാ പറയുന്നേ. ആണോ? എന്നെ പിന്നെ അന്ന് DK പറഞ്ഞ 2 ഏക്കർ എഴുതി കൊടുക്കാന്ന് പറ, അപ്പൊ സമ്മതിക്കും. DKയുടെ കയ്യിൽ നിന്ന് ആ 2 ഏക്കർ നാത്തു വാങ്ങിച്ചു തരാന്ന്. ചെല്ലാൻ. ആയിക്കോട്ടെ. പെങ്ങളെ, അത് ഞാനേ പെങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വരാം. പിന്നെ നീ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്യണം. അതൊക്കെ ഞാൻ ഏറ്റു. ചേട്ടൻ ഇങ്ങോട്ട് വന്നാ മതി. അപ്പൊ പിന്നെ ആ 2 ഏക്കറിന്റെ കാര്യം നീ ഏറ്റല്ലോ. ഓ, ഞാൻ ഏറ്റു. അപ്പൊ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ എത്തിക്കൊള്ളാം. പിന്നെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാൽ അവര് തമ്മില് ഒരുമിച്ച് ജീവിക്കുന്ന രീതിയിലായിരിക്കണം പെങ്ങളുടെ പ്ലാൻ. മനസ്സിലായോ? അതൊക്കെ ഞാൻ ഏറ്റു. യു കം മൈ ബ്രദർ. ഓ, പിന്നെ അവളുടെ ഒരു ഇംഗ്ലീഷും. ഇതാ ഞാൻ നിന്നെ വിളിക്കാത്തത് കേട്ടോ. അപ്പൊ ശരി, വെഡിങ് ആനിവേഴ്സറിക്ക് കാണാം. ശരി, അപ്പോ വെഡിങ് ആനിവേഴ്സറിക്ക് കാണാം. ഓക്കെ. 2 ഏക്കർ പറഞ്ഞത് ഓക്കെ ആവും. അവളുടെ ഒടുക്കത്തെ ഇംഗ്ലീഷ് പറഞ്ഞൊരു കാരണമാ ഞാൻ അവളെ ഫോൺ ചെയ്യാൻ പഠിക്കുന്നത്, അല്ലാതെ പിശുക്കൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ? അല്ല, പെങ്ങളെന്താ പറഞ്ഞത്? പിന്നെ 2 ഏക്കറിന്റെ കാര്യം പെങ്ങളേറ്റു. ഇത്തവണ അത് നടക്കും.
അതല്ല മനുഷ്യ, വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം. എടി, ഈ ദേവനും ജ്യോതിയും തമ്മില് ഇത് കഴിഞ്ഞാലെങ്കിലും ഒന്നിക്കണം. ഇവരെ ഇനി അങ്ങനെ വിട്ടാ പറ്റത്തില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ കാര്യം? ശിവയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാലോ? ആലോചിക്കാം. അല്ലെങ്കിൽ തന്നെ അവന്മാർക്കുള്ള ഇതെല്ലാം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ഒരർത്ഥത്തിൽ അവനെ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ നല്ലത്. ആ പെൺപിള്ളേരുടെ പേടി അങ്ങ് മാറും. നിങ്ങൾ നാത്തൂനോട് കാര്യമായിട്ടൊന്ന് പറഞ്ഞാൽ മതി, നാത്തു സമ്മതിക്കും. ആലോചിക്കാം. നീ പോയി ഒരു കട്ടൻ കാപ്പി എടുക്ക്. വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങള് ഞാനൊന്ന് കാര്യമായിട്ട് ആലോചിക്കട്ടെ. പെണ്ണിന്റെ ഡാൻസ്. ഓ, തുടക്കത്തിൽ തന്നെ ഡാൻസാ. എടാ, Hello, my dear son. What a surprise! What is this? By hand full cover? ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്തി. ഇത് അമ്മയ്ക്ക്. Thank you, my dear son. എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. നീ തന്നെ എല്ലാവർക്കും കൊടുത്താൽ മതി. വന്നല്ലോ എന്റെ മരുമക്കള്. ദേ, ഇത് നിങ്ങൾക്ക് DK വാങ്ങിച്ച ഗിഫ്റ്റാ. ദാ പിടിക്ക്. ആ വലിയ കവർ നിനക്കുള്ളതാ. ഒന്ന് ശിവയ്ക്കുണ്ട്, ബാക്കി അവരെ ഏൽപ്പിച്ചാ മതി. അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? ശിവ, നീ ഇതിനകത്ത് എന്തെടുക്കുക? നിനക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കൂടെ? ഓ വേണ്ട ഏട്ടാ, ഇവിടെ പലർക്കും എന്നെ കാണുന്ന തന്നെ പേടിയല്ലേ. ഇതിനകത്താണെങ്കിൽ ആരെയും കാണണ്ടല്ലോ. അതൊന്നും സാരമില്ലടാ. നീ അവരോടൊക്കെ കുറച്ചുകൂടി അടുത്ത് ഇടപഴകിയാ മതി. സ്നേഹത്തോടെ സംസാരിച്ചാ മതി. അവരുടെ പേടിയൊക്കെ മാറിക്കോളും. ഇത് നിനക്കുള്ളതാ. എന്താ ഇത്? ഡ്രസ്സാണോ? അതെ, വെഡിങ് ആനിവേഴ്സറിക്ക് നിനക്കിടാനുള്ള ഡ്രസ്സായത്. ആരാ? ജ്യോതിയാണോ സെലക്ട് ചെയ്തേ? എന്താ, ഞാൻ സെലക്ട് ചെയ്താ നീ ഇടില്ലേ? അതല്ല, ജ്യോതിക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. എന്നേക്കാൾ വലിയ കോസ്റ്റ്യൂം സെൻസ് അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഏട്ടന് ജ്യോതി ഇതുവരെ മനസ്സിലാകത്തോണ്ടാ. ഷീസ് അമേസിംഗ്. ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം? ഏട്ടൻ എന്നെ വഴക്കു പറയൂ? നീ കാര്യം പറ. ഏട്ടനും ജ്യോതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ടല്ലേ ഏട്ടൻ ജ്യോതി അന്ന് വീട്ടിൽ തിരികെ കൊണ്ടുവിട്ടത്. ചില കാര്യങ്ങളിൽ
എനിക്കിപ്പോഴും അവളുമായി യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലതിലെന്നല്ല, ഒരു കാര്യത്തിലും ഏട്ടന് ജ്യോതിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നാ എനിക്ക് മനസ്സിലായത്. ഈ വെഡിങ് ആനിവേഴ്സറി ഏട്ടൻ സന്തോഷത്തോടെ തന്നെയാണോ നടത്താൻ തീരുമാനിച്ചത്? അമ്മയുടെ നിർബന്ധമാണ് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇന്നുവരെ അമ്മ പറയുന്ന ഒന്നിനും എതിര് നിൽക്കാറില്ല ഞാനെന്ന് നിനക്കറിഞ്ഞൂടെ? ജ്യോതി ഈ വീട്ടിൽ ഒരു വലിയ പോസിറ്റീവ് എനർജിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയ്ക്ക് പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സുപ്രിയേട്ടത്തിൽ മാത്രമാണ്. നിന്റെ കാര്യങ്ങളൊക്കെ ജ്യോതി കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ തോന്നും എന്ന് കരുതി എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലെന്നല്ല. പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സുപ്രിയയുടെ സ്ഥാനത്ത് വേറൊരാൾ ആലോചിക്കാനേ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ ഏട്ടന് ജ്യോതിയെ ഡിവോഴ്സ് ചെയ്തൂടെ? എന്തിനാ വെറുതെ ഒരാളുടെ ജീവിതം കൂടി കളയുന്നത്? ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. അമ്മയുടെ ആഗ്രഹം അമ്മയുടെ കണ്ണടയും വരെ അവൾ ഈ വീട്ടിലുണ്ടായിരിക്കണമെന്നാണ്. എന്റെ ആഗ്രഹം അത് തന്നെയാട്ടാ.